ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. നോക്കോളൂ, നമ്മളുടെ ഇൻഡെക്സുകൾ ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇൻഡെക്സുകളുടെ റിയാക്ഷൻ അത് നമുക്ക് ഓക്കെ ആയിരുന്നു. നോക്കോളൂ, ഇത് ഇവിടെയൊക്കെ നമ്മളുടെ നിഫ്റ്റി സർവീസൊക്കെ അതിനെ ലൈൻസ് റെസ്പെക്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഇത് ഓരോന്നും ബോൾ ലൈൻ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ സ്ട്രൈക്കുകൾ കൂടെ നോക്കിയിട്ട് അത് കൺഫേം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിത് ഓക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ. ദെൻ നമ്മുടെ ഫ്യൂച്ചർ അതുപോലെ കണ്ടാവും. മൂന്നാമത്തെ ക്യാൻഡിൽ വന്നിട്ട് ബോൾ ലൈൻ ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ബോൾ ലൈൻ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും റിജക്ഷൻ സംഭവിക്കണമെന്നൊന്നും ഇല്ല. പക്ഷേ നമ്മുടെ സ്ട്രൈക്ക് കൂടെ കൺഫേംഡ് ആണെങ്കിൽ റിജക്റ്റ് ചെയ്യും. അത് നോക്കുക, നിഫ്റ്റിയൊക്കെ നല്ല രീതിയിൽ ഒരു അപ് ട്രെൻഡ് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഹയസ്റ്റ് ലെവൽ ക്രോസിംഗ് ലെവലിൽ വന്ന് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ക്രോസിംഗ് ലെവലിൽ വന്ന് ഇതുപോലെ കൺസോൾഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്തായാലും റിജക്ഷൻ താഴേക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ സ്ട്രൈക്ക് അത് കൺഫേം ചെയ്യുന്നെങ്കിൽ എന്തായാലും റിജക്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ അവിടെ തന്നെ കൺസോൾഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത നമ്മുടെ സ്ട്രൈക്കിലേക്ക് വരാം. ഇന്ന് 2 ലെവൽസാണ് നമുക്ക് ആക്റ്റീവായിട്ടുണ്ടായിരുന്നത്. ബോൾ ലൈൻ സ്ട്രാറ്റജി പ്രകാരം നമുക്ക് 2 ലെവൽ ആക്റ്റീവായിരുന്നു. നമുക്ക് 2 ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടുമായിരുന്നു. നോക്കിക്കൊള്ളുക, നിഫ്റ്റി പ്രകാരം ആദ്യത്തെ 15 മിനിറ്റ്സിൽ നമുക്കൊരു ലെവൽ ആക്റ്റീവാണ്. ആദ്യത്തെ 15 മിനിറ്റ്സിൽ ഇതാ ഇവിടെ ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായത് പിയുടെ 2 ഗ്രാഫുകൾ നോക്കുക. നിഫ്റ്റിയുടെ 2 ഗ്രാഫുകളിലും ഒരു ഗ്രാഫ് വന്ന് നമ്മുടെ ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നു. അതേസമയം നമ്മളുടെ പിയുടെ മറ്റേ ഗ്രാഫും ഫസ്റ്റ് ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, അതേസമയം നമുക്ക് വേറെ ഒരെണ്ണം കൂടെ കൺഫേംഡ് ആവണമല്ലോ. ഒരെണ്ണം കൂടെ നമുക്ക് നോക്കാം. ഇത് കൺഫേംഡ് അല്ല, കാരണം ഇത് ഫസ്റ്റ് ലെവലുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല. കൂടുതലും അത് ബോർഡർ ലൈനിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ മാച്ചിങ് ആണ്. ഇത് നമ്മൾ എൻഡ് ചെയ്യുന്നത് ബോർഡർ ലൈനിലാണെങ്കിലും റിജക്റ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ലെവലിൽ നിന്നാണ്. നമുക്ക് ആ റിജക്ഷൻ പോയിൻ്റെങ്കിലും മതി. 2 കൺഫേംഡ് ആണെങ്കിൽ ഒരെണ്ണം നമുക്ക് റിജക്ഷൻ പോയിൻ്റ് ആണെങ്കിലും മതി. ഓക്കെ, 2 നമുക്ക് ഇത് നമുക്ക് ബോർഡർ ലൈൻ എന്ന് പറയാൻ പറ്റില്ല, ഇതും ബോർഡർ ലൈൻ എന്ന് പറയാൻ പറ്റില്ല. ഇതിന് രണ്ടും കൂടുതലും ആക്റ്റീവ് ആയിരിക്കുന്നത് ഫസ്റ്റ് ലെവലിനോടാണ്. അപ്പോൾ ഇത് നമുക്ക് രണ്ടും പറയാം കേട്ടോ. ഇതിനെ നമുക്ക് ബോർഡർ ലൈൻ ട്രേഡ് എന്നും വിളിക്കാം. ബോർഡർ ലൈനിൽ വന്ന് നിൽക്കുകയാണ്, അങ്ങോട്ട് റിജക്റ്റ് ചെയ്യുമെന്ന് പറയാം. അല്ലെങ്കിൽ ഇത് ഫസ്റ്റ് ലെവൽ ട്രേഡാണ്, അവിടെ താഴേക്ക് മൂവ് ചെയ്യുമെന്ന് പറയാം. ഇത് ബോർഡർ ലൈൻ വന്ന് റിജക്റ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല, കാരണം ബാക്കിയുള്ളതൊന്നും ബോർഡർ ലൈൻ നിൽക്കാത്തത് കൊണ്ട് തന്നെ ബോർഡർ ലൈൻ വന്ന് റിജക്ഷൻ നമുക്ക് ഇവിടെ കൺഫേം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് 3 ഫസ്റ്റ് ലെവൽ ആക്റ്റീവ് ആയിരുന്നു. അതുകൊണ്ട് ആ ഒരു ട്രേഡ്, അതായത് ഈ ട്രേഡ് ഇവിടെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ഫസ്റ്റ് ലെവൽ വന്നിരിക്കുന്നു. സോ ഇവിടുന്ന് റിജക്റ്റ് ചെയ്യുക. അതായത് ട്രെൻഡ് നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നു ആദ്യത്തെ 15 മിനിറ്റ്സിൽ. നിങ്ങളൊരു ട്രെൻഡ് എടുക്കുകയാണെങ്കിൽ ഇന്നത്തെ നമ്മളുടെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണല്ലോ. നിഫ്റ്റിയിൽ നമുക്കൊരു ട്രെൻഡ് നമ്മൾ കൺഫേം ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ട്രെൻഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എത്ര രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമായിരുന്നു ആദ്യത്തെ 15 മിനിറ്റ്സിൽ. അതായത് അടുത്ത 15 മിനിറ്റ്സിൽ നമ്മൾ ആ ട്രേഡിൽ എൻ്റർ ആവും. ഈ ഒരു ട്രേഡിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യും. അതായത് ഒരു 60 രൂപയുടെ ഒരു ഐറ്റം. ഓക്കെ, 60 രൂപയില്ല, അതിനേക്കാൾ മുകളിൽ ഒരു 65 രൂപയ്ക്കൊക്കെ നമുക്കിത് മേടിക്കാം. അല്ലെങ്കിൽ ഒരു 70 രൂപയ്ക്ക് ഇത് മേടിച്ചിരുന്നെങ്കിൽ ഇത് നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. 100% അപ്പോൾ റിട്ടേൺ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ട് ലോസ് മേക്ക് ചെയ്യുകയും ചെയ്യും. ചെറിയ ലോസ്, ഇവിടെ ഒരു 40% ലോസ് കാണിച്ചതിന് ശേഷമാണ് ഇത് മൂവ് ചെയ്തിരിക്കുന്നതെന്ന് കൂടെ ഉള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ദെൻ നെക്സ്റ്റ് പിന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഫിഗറിൽ നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയെ നോക്കുക. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരിക. ബാങ്ക് നിഫ്റ്റിയുടെ 2 ഗ്രാഫുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഈ ഒരു ബാക്കിൽ നിന്നൊരു 1 2 3 4 5 6 7 8 9 ക്യാൻഡിൽ ആയപ്പോഴത്തേക്ക് ഇത് ഫസ്റ്റ് ലെവലിൽ വരുന്നുണ്ട്. ഇതേ സമയം ഇവിടെ നമുക്ക് 9th ക്യാൻഡിൽ ഫസ്റ്റ് ലെവലൊന്നും വരാൻ ചാൻസ് ഇല്ല. ഇത് നോക്കി ഇടയ്ക്ക് നിൽക്കുകയാണ്, ഫസ്റ്റ് ലെവലിനും സെക്കൻഡ് ലെവലിനും മിഡിലാണ്. പക്ഷേ ബാക്കിയുള്ള 2 ഗ്രാഫ് നോക്കിയേ. സിയുടെ 2 ഗ്രാഫിൽ ഒരു ഗ്രാഫ് ഇതുപോലെ തന്നെ നമ്മളുടെ എത്രാമത്തെ 8th ക്യാൻഡിൽ അല്ലേ, 1 2 3 4 5 6 7 8 അല്ല 9th ക്യാൻഡിൽ. ഇതിവിടെ 9th ക്യാൻഡിലാണ്. 9th ക്യാൻഡിൽ ഇവിടെ ഫസ്റ്റ് ലെവലിൽ നിൽക്കുമ്പോൾ ഇവിടെ ഫസ്റ്റ് ലെവലിലാണ് നിൽക്കുന്നത്. ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കണ്ടോ, ഇവിടെയും ഫസ്റ്റ് ലെവലാണ്. ഫസ്റ്റ് ലെവലല്ല, ഇത്രയും കൂടി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഫസ്റ്റ് ലെവലായിട്ട് കരുതാം. കാരണം 3 നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടായിരുന്നു. അതിന് നമുക്ക് ഒന്നും കൂടി കൺഫേം ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ബാക്കിലേക്ക് പോയിട്ട് നമ്മൾ നോക്കിക്കേ, നമ്മളുടെ നിഫ്റ്റി അതേസമയം എവിടെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നത് നോക്കിയേ. നിഫ്റ്റി 9th ക്യാൻഡിൽ നിഫ്റ്റി ഇവിടെ അതിൻ്റെ ക്രോസിംഗ് ലെവലിൽ നിൽക്കുകയാണ്. ഇതുപോലെ 1 ഡയറക്ഷണൽ മൂവ്മെൻറ്റ് കൊടുത്തിട്ട് ഒറ്റയടിക്ക് താഴേക്കുള്ള മൂവ്മെൻറ്റ് നമ്മൾ അവസാന നിമിഷം കാണാറുണ്ടല്ലോ. അത് ഇങ്ങനെയുള്ള പൊസിഷൻ ആകുമ്പോഴാണ് സംഭവിക്കുക. ഇതുപോലെ ഇവിടെ ഇങ്ങനെ അതിൻ്റെ ഏതെങ്കിലും ക്രോസിംഗ് ലെവലിൽ നിന്നുകൊണ്ടും അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രൈക്കുകൾ
സ്ട്രൈക്കുകൾ കൂടുതലും ഇതിപ്പോൾ നല്ലൊരു ഫോൾ സംഭവിച്ചേനെ. ഇത് ഇപ്പോൾ ഫസ്റ്റ് ലെവലിൽ നിൽക്കുന്നതുകൊണ്ടാണ്. ഇതെല്ലാം സെക്കൻഡ് ലെവലിലായിരുന്നുവെങ്കിൽ മൂന്നെണ്ണം നമുക്ക് സെക്കൻഡ് ലെവലിൽ കൺഫേം ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലൊരു ഫോള് നമുക്ക് സിയിൽ നല്ലൊരു ഫോള് നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നത്. പക്ഷേ ഇത് ഫസ്റ്റ് ലെവൽ മാത്രമേ വന്നിട്ടുള്ളൂ. ഫസ്റ്റ് ലെവൽ വന്ന് ടച്ച് ചെയ്ത് നിന്നുകൊണ്ട് തിരിച്ചത് പോയിട്ടുള്ളതൊക്കെ അതേ ബോൾ ലൈൻ വരെ റിജക്റ്റ് ചെയ്യുന്നു. ഒരുപോലെ ബോൾ ലൈൻ ടൈമിലേക്കൊക്കെ വരുന്നുണ്ട്. ദെൻ അതേസമയം നോക്കി ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് നിഫ്റ്റി കണ്ട ബോൾ ലൈനിൽ വന്ന് ടച്ച് ചെയ്തിട്ടാണ് റിജക്റ്റ് ചെയ്തേക്കുന്നത്. അതേസമയം 2 CE ഗ്രാഫുകളും ബോൾ ലൈനിൽ വന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതേസമയം ഇപ്പുറത്തും ബാങ്ക് നിഫ്റ്റിയിലും PE ഗ്രാഫുകൾ ബോൾ ലൈൻ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ടാണ് അവിടെ ഒരു റിജക്ഷൻ സംഭവിച്ചത്. പക്ഷേ ഇതൊരു സെക്കൻഡ് ലെവലിലേക്ക് ആയിരുന്നെങ്കിൽ ഇതും എല്ലാം സെക്കൻഡ് ലെവലായിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് നിഫ്റ്റിയുടെ സെക്കൻഡ് ലെവൽ കിട്ടും കേട്ടോ. നിഫ്റ്റി ഇതേ CE സെക്കൻഡ് ലെവലിലാണ് നിൽക്കുന്നത്. നമ്മളുടെ നിഫ്റ്റി ഇവിടെ 8th ക്യാൻഡിൽ ഇവിടെ ഏറ്റവും മുകളിൽ ക്രോസിംഗ് ലെവലിലാണ് നിൽക്കുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ CE ക്യാൻഡിൽ ഇത് ഏറ്റവും മുകളിലത് ക്രോസിംഗ് ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. സ്ട്രൈക്കുകളും ഏറ്റവും മുകളിൽ തന്നെ നിൽക്കുക. ഒരെണ്ണം ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇത് ക്രോസ് ചെയ്ത് പോയാലും നല്ല രീതിയിൽ ഡൗൺ സംഭവിക്കും. എങ്ങനെയാണ് ഇത് കണ്ടോ, സെക്കൻഡ് ലെവലിലാണ് നിൽക്കുന്നത്. അതേ നോക്കിക്കുക. അതേസമയം ഇവിടെ പിയും സെക്കൻഡ് ലെവലിലാണ് സസ്റ്റെയിൻ ചെയ്തിരുന്നത്. പക്ഷേ 2 എണ്ണേ ഇവിടെ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. നിഫ്റ്റിയുടെ 2 ഗ്രാഫുകളെ ഇവിടെ കൺഫേം ചെയ്യുന്നുള്ളൂ. സെക്കൻഡ് ലെവൽ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കൂടെ കൺഫേം ചെയ്യണം. നമുക്ക് നല്ല കൺഫർമേഷൻ നിഫ്റ്റിയിൽ കിട്ടും. പക്ഷേ നിഫ്റ്റിയിൽ 2 എണ്ണം കൺഫേം ചെയ്തുകൊണ്ട് 2 എണ്ണം കൺഫേം ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കിത് ഓക്കെ പറയാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ അതേസമയം 3 എണ്ണം ഒരേപോലെ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് വർക്കിംഗ് ആയിരുന്നു. നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് റേഞ്ച് കിട്ടുന്നു അല്ലേ. 90 ക്യാൻഡിലൊക്കെ നമ്മൾ PE ഗ്രാഫ് എടുക്കുകയാണെന്ന് നോക്കിക്കേ. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ PE ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. തൊട്ടടുത്ത ഈ ഒരു പോയിന്റിൽ നമ്മൾ എൻ്റർ ആകുന്ന ഒരു 30 രൂപയ്ക്കൊക്കെ എടുത്താൽ തന്നെ എത്രയാണ്, 80 രൂപ വരെയൊക്കെ അത് പോയിട്ടുണ്ട്. ഓക്കെ, നല്ല രീതിയിലുള്ള റിട്ടേണിലേക്ക് ഒരു റേഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് PE പൊസിഷൻ. അപ്പോൾ CE പൊസിഷനും PE പൊസിഷനും നമുക്ക് ബോൾ ലൈൻ സ്ട്രാറ്റജി പ്രകാരം ആക്റ്റീവായിരുന്നു. ഓക്കെ, ആ 2 ഗ്രാഫുകളിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ലയെന്ന് മനസ്സിലാക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ചോദിക്കണം. അപ്പോൾ ഇതുപോലെ നമ്മളുടെ ഗ്രാഫ് കിട്ടണമെങ്കിൽ, നമ്മുടെ സ്ട്രൈക്ക് പ്രൈസിൻ്റെ ഗ്രാഫ് കിട്ടണമെങ്കിൽ സെപ്പറേറ്റ് കോൺടാക്റ്റ് ചെയ്യണം. നമ്മളുടെ ഇൻഡെക്സ് ലെവൽസ്, ഇത് ഇൻഡെക്സ് ലെവലാണ്. ഇൻഡെക്സ് ലെവൽ ഫ്രീ ആണ്. നിങ്ങൾക്കത് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ.